CMDRFിലേക്ക് പണം പിടിച്ചു നൽകാത്തതിന്റെ പേരിൽ തടഞ്ഞുവെച്ച DDOമാരുടെ ശമ്പളം നൽകാൻ തീരുമാനമായി. ഉദ്യോഗസ്ഥരുടെ വിഹിതം CMDRFിലേക്ക് മാറ്റാൻ DDOമാർക്ക് ധനവകുപ്പ് 3 മാസം കൂടി സമയം അനുവദിച്ചു. ഡ്രോയിംഗ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർമാരുടെ ശമ്പളം തടഞ്ഞുവെച്ച വാർത്ത മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. മീഡിയ വൺ ഇംപാക്ട്. വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി സഫ്വാൻ ചേരുന്നുണ്ട്. സഫ്വാൻ, CMDRFിലേക്ക് പണം പിടിച്ചു നൽകാത്തതിന്റെ പേരിലാണ് DDOമാരുടെ ശമ്പളം പിടിച്ചുവെച്ചിരുന്നത്. ഇത് നൽകാൻ തീരുമാനമായിട്ടുണ്ട്. എപ്പോഴാണ് ഇവർക്ക് ഈ ബാക്കിയുള്ള ശമ്പളം നൽകുക? അക്ഷയ, ഉടൻ തന്നെ ഉദ്യോഗസ്ഥർക്ക് DDOമാർക്ക് പണം നൽകും എന്നാണ് ധനം വകുപ്പിൻ്റെ ഉത്തരവിൽ പറയുന്നത്. ഈ DDOമാരുടെ അധികാര പരിധിയിലുള്ള ഉദ്യോഗസ്ഥരുടെ വിഹിതം CMDRFിലേക്ക് മാറ്റാൻ സർക്കാർ 3 മാസം കൂടി സമയം നൽകിയിരിക്കുന്നു. ഇത്തരത്തിൽ CMDRFിലേക്ക് ഈ വിഹിതം മാറ്റാത്തതിൻ്റെ പേരിൽ സംസ്ഥാനത്താകെ 4000-ഓളം ഉദ്യോഗസ്ഥരുടെ ശമ്പളം തടഞ്ഞു വെച്ചിരുന്നു. ഈ വാർത്ത മീഡിയ വണ്ണാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി വന്നിരിക്കുന്നത്. ഉടൻ തന്നെ ഇവരുടെ ശമ്പളം നൽകുമെന്നും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് തങ്ങളുടെ വിഹിതം മാറ്റാൻ വേണ്ടി CMDRFിലേക്ക് മാറ്റാൻ വേണ്ടി 3 മാസത്തെ കൂടി സമയം അനുവദിച്ചിരിക്കുന്നു എന്നുകൂടിയാണ് പറഞ്ഞിരുന്നത്. നേരത്തെ DDOമാർ പ്രധാനമായും പരാതിയായി പറഞ്ഞിരുന്നത് തങ്ങളുടെ അധികാര പരിധിക്ക് പുറത്തുള്ള കാരണങ്ങളാലാണ് തങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥരുടെ വിഹിതം CMDRFിലേക്ക് മാറ്റാൻ കഴിയാത്തതെന്നായിരുന്നു. കാരണം സർക്കാർ തന്നെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് CMDRFിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിഹിതം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ഓപ്ഷനുകൾ നൽകുന്നു. സ്വന്തം സാലറിയിൽ നിന്ന്, PFൽ നിന്ന് ലീവ് സറണ്ടർ ചെയ്യുക. ഈ വ്യത്യസ്ത ഓപ്ഷനുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത് വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴി ചെയ്യേണ്ട പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇതിന് കൂടുതൽ സമയം വേണമെന്നായിരുന്നു ആവശ്യം. തങ്ങളുടെ അധികാര പരിധിക്ക് പുറത്തുള്ള കാരണങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങളിങ്ങനെ ഒരു നടപടി നേരിടേണ്ടി വന്നിരുന്നു എന്നുമാണ് DDOമാരുടെ പരാതി. ഈ പരാതിയാണ് ഇപ്പോൾ ധനം വകുപ്പ് പരിഗണിച്ചിരിക്കുന്നത്. 3 മാസം ഇവർക്ക് സമയം നൽകാനും ഉടനെ തന്നെ ഇവരുടെ തടഞ്ഞുവെച്ച 4000-ഓളം DDOമാരുടെ ശമ്പളം നൽകാനും സർക്കാർ തീരുമാനമായിരിക്കുന്നത്. അക്ഷയ.